ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഉള്ളത് മൊറേനയിലാണ്, മധ്യപ്രദേശിലെ മൊറേനയിൽ. ഇവിടെ കുറച്ചൊരു വണ്ടി നിർത്തിയതാണ്, അപ്പോൾ ഇറങ്ങിയതാ. പിന്നെ സമയം രാവിലെ 8:30. അപ്പോൾ വണ്ടി എടുത്തു ഗൈസ്. ഇന്ന് നമുക്ക് കഴിക്കാൻ ബ്രെഡ് ഓംപ്ലേറ്റ് ആണ്. പിന്നെ രാവിലെ തന്നെ ഒരു ചായ കുടിച്ചു. ഇത് ചായ ആണോ എന്ന് വെച്ചാൽ ചായ അല്ല, ചായൻ്റെ ടേസ്റ്റ് എന്താ വെച്ചാൽ ചായൻ്റെ ടേസ്റ്റ് ഉണ്ട്. അങ്ങനത്തെ ഒരു ചായയും കുടിച്ചു. പക്ഷേ ഇപ്പോൾ ഇതുവരെ തിന്ന സാധനങ്ങളൊന്നും നമുക്ക് പണി തന്നിട്ട് കേട്ടോ. നമ്മളിപ്പോൾ മറ്റേ ചിക്കൻ ബിരിയാണി തിന്നു, ഇത് തിന്നാൽ പോകണു, സമൂസ തിന്നു, എന്തൊക്കെയൊക്കെ തിന്നുകൾ പെടുന്നത് ട്രെയിനിൽ നിന്ന്. പക്ഷെ ഒന്നും അവിടെ പണി കിട്ടിയിട്ടില്ല. ഇനി പണി കിട്ടും അറിയില്ല. തിന്നാ നീ കറിയാൻ ഞങ്ങൾ ടീം ഇതാ ചങ്ക് മൂപ്പര് ചെങ്ക് വിശാഖാൻ്റെ ചങ്കാണ്. ഇതാക്കണം തേടി വന്നതാണ്, ഇപ്പോൾ മധ്യപ്രദേശിക്ക് വന്നതാണ്. ഇപ്പോൾ അത് പോണു. നമ്മളിപ്പോൾ ഉത്തർപ്രദേശിലെ ഏതോ ഒരു സ്റ്റേഷനിലാണ്. ഞാൻ അങ്ങനെ ഇവിടെ ഇരിക്കേണ്ട. ഞാൻ എൻ്റെ മസിലെ കണ്ടിട്ട് ഒരു പോയ എന്നിട്ട് എന്ത് വിൽക്കേനെ. അപ്പം മസിലെ കണ്ടിട്ട് ഓക്കെ ആ ബോഡിക്ക് ഏതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ബോഡി കണ്ടിട്ടേ. പക്ഷെ ചെങ്ങനെ പല്ല് കാണിയിരുന്നു പണ്ടാരം. മറ്റേ LDFൻ്റെ പെയിൻ്റ് അടിച്ച് പോരാ. അപ്പോൾ ഉള്ളു ചോപ്പ് കളർ, മറ്റേ തമ്പാക്ക് വിമലൊക്കെ അടിച്ച് വെച്ചിട്ടേ. ചാള നല്ലൊരാളാണ്. ഇതാണ് കേസ് സുരേഷ് ഗോപി പറഞ്ഞ UP-യിലെ വികസനം. BJP-ക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കേൾക്കാൻ അല്ലാത്ത എന്ത് പേരെന്നറിയോ, ഒരു എന്താ പറയുക, ഒന്നും ഒരു ഉറപ്പില്ലാത്ത പേരാ ആവും. UP-യിലെ സ്കൂള് എങ്ങനെ നോക്കണം ഇവിടെ തന്നെയാണ്. ട്രെയിനിൽ ഇരിക്കണ എക്സ്പീരിയൻസ് പറഞ്ഞത് ഇവിടെ മൊത്തം തേക്കാത്ത പേര് ഇതൊക്കെയാണ്. നമ്മൾ റീല് കാണാനാണ് പിന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞത്. ഇത് നോക്കി ഗൈസ്, ഫുള്ള് മറ്റേ പൊട്ടിപ്പൊള്ളിയ പേരാണ്. എന്തൊരവസ്ഥ അല്ലേ. അത് പറഞ്ഞാൽ അമ്മതിരി ചൂടാണ് ഇവിടെ. നമ്മളവിടെ ഭയങ്കര മഴയാണ്. ഇവിടെ പെരു ചൂടാണ്. ഇവിടെ പെരു ചൂട്, നമ്മൾ ചൂട് 5 മിനിറ്റ് നിർത്തിയിട്ട് അപ്പോൾ ഏർക്കണം. പ്ലാസ്റ്റിക് തിന്നുന്ന ഗോമാതാവും. കൂടുതലൊന്നും പറഞ്ഞില്ല, പൊളിറ്റിക്സിലോട്ട് നമ്മൾ പോകണ്ട, വിഷയമാവും. ഗൈസ്, നമ്മൾ ഡൽഹിയിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ വേറൊരു വണ്ടിക്ക് വേണ്ടിയിട്ട് പിടിച്ചിട്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൽഹിയുടെ മണ്ണിൽ കാല് വയ്ക്കും. അങ്ങനെ നമ്മൾ ഡൽഹി എത്തി സുഹൃത്തുക്കളെ. ബാഗൊന്നും ഇട്ടെ. ഓക്കെ, പോവാതെ ഇല്ലാട് കയറാം. ഞാൻ ചെങ്ങായി ഒന്ന് സൈഡായിക്കാം. ഓക്കെ, ഡൽഹിയുടെ മണ്ണിൽ കല്ലാണല്ലോ, കല്ലിൽ കാല് കുത്തുകയാണ്. ഡൽഹിയിലെത്തി. മക്കളെ പേരും ചൂട് പറഞ്ഞാൽ പേരും ചൂടാണ് ഇവിടെ. അതാണ് സ്ലീവ്ലെസ് കിട്ടുന്നത്. നല്ല ടാൻ അടിച്ച് പരുവാവും. നമുക്ക് അടുത്ത് ഫ്രഷ് ആവാൻ ഒരു സ്ഥലം നോക്കണം. ഡൽഹിയിലെത്തി മക്കളെ. നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ഫ്രഷ് ആവാൻ ഒരു റൂം എന്തെങ്കിലുമൊക്കെ നോക്കണം. എന്നിട്ട് പിന്നെ മാർക്കറ്റിലൊന്ന് പോയേക്കണം, ഇത് സാധനം വാങ്ങാൻ നോക്കണം. എന്നിട്ട് വൈകുന്നേരം നമുക്ക് കസോളി തിരിക്കും. രാത്രി ഇവലെന്തോ ഓണടിച്ചണെന്ന് നേർച്ച ചേർന്നിക്കണം. അങ്ങനെ ഒരു ഓണടി എന്താ നിൽക്കാതോണടിച്ചോടെ. ഇത് പെരും വെയിലാട്ടോ മക്കളെ, പെരും വെയില്. ഉരുകണേ ഈ സാധനം ഇങ്ങനെ കൊള്ളുക. എടുക്കാൻ ഇറക്കാൻ വലിയ പണി. നമ്മള് ചെങ്ങായി എന്തോ പറഞ്ഞു പോണു, 50 റുപ്യക്ക് റൂം വാങ്ങിച്ചു തരാം. 50 റുപ്യക്ക് എന്തോ പറഞ്ഞു പോണു മുക്കലൂടെ. എനിക്കറിയാം, പോയോക്കാം. മക്കളെ വല്ലാത്തൊരു കൊള്ളണിയാ, ഉടച്ചു കൊള്ളണിയാ. അങ്ങനെയൊക്കെ കുത്തി കയറ്റി സംഭവം. ചെങ്ങായി ചാമ്പ് നമ്മളെ കടാരെടുക്കും. നല്ല കണി അവിടെ പറ്റിയല്ലോ. आगे बढ़ा जल्दी ना, मोड़ ना, पीछे लेने बस. ini
ഇതാണ് ഇവിടെ ഇങ്ങനെ വണ്ടിന്റെ സൈഡിൽ ക്രാഷ് കാർഡ് വേറെ കൊടുത്ത് നോക്കാം. എല്ലാ ഓട്ടോറിക്ഷ കിട്ടും കാണിച്ചു കൊടുക്കില്ല. ഓട്ടോറിക്ഷന്റെ സൈഡിൽ മറ്റേ മറുകാടിന്റെ സൈഡ് കണ്ടില്ല ഒരു സാധനം വേറെ അങ്ങനെ കുത്തുന്നോണ്ട് വെച്ചാണ് എങ്ങനെയൊക്കെ കണ്ടിരിക്കില്ല. റൂം നോക്കി ഇറങ്ങിയതാണ്. മൂപ്പര് ഇങ്ങനെ പറഞ്ഞു റൂം നിങ്ങൾക്ക് ഓക്കെ ആണ് വരാ, നിങ്ങളപ്പം വരാമെന്ന് പറഞ്ഞു. ആകെ 50 രൂപ മേടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. ഇനി എന്താവും നമുക്കറിയില്ല. ചെങ്ങായാണ് മറ്റേ വൈസീറ്റി ഒക്കെ കളിച്ചത് പോലെ എമ്മാതിരി പോക്കറിയാം. പോണ വൈക്കിൽ ഓരോരുത്തർ തട്ടണോ മുട്ടിച്ചണോ കിരി വരും. അതിൻ്റെ ഇടയിൽ കൂടെ ഓടടിച്ചിട്ട് വെറുപ്പിച്ചിട്ട് വേറെ കുറേ ആൾക്കാർ വീട്ടിൽ രസമുണ്ട് കേട്ടോ. ഓലൊക്കെ ആകെ മാറിയിരിക്കണേ. 2 ദിവസം ട്രെയിനിൽ കിടന്നിട്ടേ കുളിച്ച് റെഡി ആയാലും പഴയ കുളത്തിന് മാറുള്ളൂ. ഞാൻ ഫുൾ ചാമ്പലാണ്. ഇയാൾക്ക് കമ്മീഷൻ കിട്ടുന്ന ഹോട്ടലിൽ മാത്രം കൊണ്ടേ ഇറക്കും. അവിടെ 2,200 പറയും. അപ്പോൾ നമുക്ക് പറ്റില്ലല്ലോ. ഇപ്പോൾ വേറൊരു ഹോട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിർത്തി വെച്ചപ്പോൾ അവിടെ നിർത്താനിട്ടാണ്. വെറും ചാമ്പൽ എല്ലാതും തന്നെ കേരണ്ടി വേണ്ടായിരുന്നു. പിന്നെ റൂം കിട്ടി. റബ്ബേ അങ്ങനെ കഴിച്ച് റൂം കിട്ടി കുളിച്ച് ഫ്രഷായി. എൻ്റെ റബ്ബേ ഹെഡങ്ങാറായി ആ ചെങ്ങൈനെ കൊണ്ടേ. സംഭവം എന്ന് വെച്ചാൽ ഇയാൾ പറഞ്ഞു 50 രൂപയ്ക്ക് നിങ്ങൾ എവിടെ ഹോട്ടൽ പറഞ്ഞാൽ അവിടെ നിർത്തി തരാം, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അപ്പോൾ അവിടെ ഇറങ്ങിയാൽ മതി, അതുവരെ ഹോട്ടൽ കാണിച്ചാൽ 50 രൂപ മാത്രം മതിയായിരുന്നു. എന്നിട്ട് ഞങ്ങളിങ്ങനെ പോണ വയ്ക്ക് ഇയാൾ നിർത്തണ അവിടെ ഇയാൾക്ക് കമ്മീഷൻ കിട്ടുന്ന ഹോട്ടലിൽ മാത്രം ഇയാൾ നിർത്തുക, അല്ലാത്തടത്ത് ഇയാൾ നിർത്തുന്നില്ല. അപ്പോൾ അല്ലാത്തടത്ത് നിർത്താൻ പറയുമ്പോൾ അവിടെ വില ഉണ്ട്, അവിടെ ഫുള്ളാണെന്നൊക്കെ പറയാണ്ട് ഇങ്ങനെ ഓരോ ന്യായം പറയാം. എന്നിട്ട് അവസാനം അയാൾക്ക് ഇറങ്ങി. ഞങ്ങൾ പറഞ്ഞു ഇവിടെ എന്തായാലും നിർത്തണം പറഞ്ഞു. അങ്ങനെയാണ് ഇറങ്ങി. ഇയാളെ ഇറക്കാനാക്കണേ ആദ്യം. പിന്നെ ഈ വേറൊരു ഹോട്ടൽ കണ്ട് പറഞ്ഞു ഇവിടെ എന്തായാലും നിർത്താൻ പറഞ്ഞിട്ട് അങ്ങനെ ഇറക്കി ചെയ്യാം. അപ്പോൾ 100 രൂപ ചോദിച്ചു. എന്നിട്ട് കൊടുത്തു. അങ്ങനെ അവസാനം നല്ല റൂം കിട്ടി. പക്ഷേ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫ്രഷ് ആയിട്ട് ഇനി ചാന്ദിനി ചോക്ക് പോകണം. ഗോപ്രോ ഉണ്ട്, ഗോപ്രോൻ്റെ ബാറ്ററി കേടണം. അപ്പോൾ അതൊന്ന് കിട്ടുമോ നോക്കണം, വേറെ ബാറ്ററി കിട്ടുമോ നോക്കണം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂറിൻ്റെ കേസുള്ളൂ. അതിന് 1500 ചാർജ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വേറെ റൂമൊക്കെ ഉണ്ടാവും. ഇയാളിത് ഇറക്കി തരണ്ടേ. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾക്കാണ് നേരമില്ല. കാരണം 7:30 നമ്മൾ കസോൾക്കുള്ള ബസ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുറേ നേരം ഇനി റൂം എന്താ പറയുക കണ്ടിട്ട് സ്പെൻഡ് ചെയ്താൽ അപ്പോഴത്തിന് നേരം 7 ആവും മിക്കവാറും. അപ്പോൾ ഉള്ള റൂം എടുത്തു. റൂം ഞാൻ കാണിച്ചു തരാം. എന്താ റൂം എത്ര ഉള്ളൂ. ഇങ്ങനെ റൂം AC ഉണ്ട്, TV ഉണ്ട്. ഇതൊക്കെ ഞങ്ങളെ സാധനങ്ങൾ മൊത്തം സാധനങ്ങളാണ്. പിന്നെ ബാത്റൂമിൽ ആളുണ്ട്, അതുകൊണ്ട് ബാത്റൂം കാണിച്ചു തരില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമ്മൾ ചാന്ദിനി ചോക്ക് പോകണം. അവിടെ പോയിട്ട് സാധനങ്ങൾ മേടിക്കാണ്ട് മേടിച്ചതിന് ശേഷം നമ്മൾ കാശ്മീർ ഗേറ്റ് പോയിട്ട് ഇവിടെ തിരിച്ചു വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് കാശ്മീർ ഗേറ്റ് പോയിട്ട് ബസ് കയറുന്നു. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഡൽഹി വന്നതിന് ശേഷം പെട്ടെന്ന് എടുത്ത് ആടി ഒരു ഓട്ടോയിൽ കയറാൻ നിൽക്കരുത്. പല ആൾക്കാരും പൊതിയും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും നമ്മൾ പെട്ടെന്ന് എത്ര പെട്ടെന്ന് റൂം കിട്ടി അത്ര നല്ലതെന്നുള്ള രീതിയിൽ. കാരണം ചുട്ടുപോയി അൽഫാം പോലെ ആയിരിക്കും ആ 2 ദിവസം ട്രെയിനിൽ ഇരുന്നിട്ടും പിന്നെ പുറത്തിറങ്ങിയിട്ടും. അതുകൊണ്ട് പെട്ടെന്ന് കുളിച്ചതിന് ഒരു സെറ്റാവും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നോക്കിയതാണ് ഒരു ഓട്ടോറിക്ഷക്കാരനെ. മൂപ്പര് ചാമ്പ്യം പോയി. അപ്പോൾ പെട്ടെന്നൊന്നും ആരും ഒരു ഓട്ടോറിക്ഷക്കാരനൊന്നും വേറെ വിശ്വസിക്കരുത്. ഇതാണ് പറഞ്ഞു വരാനുള്ളത്. അപ്പോൾ അതൊക്കെയാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെ വരിക താലി, വെജ് താലി, ടൊമാറ്റോ ചെറി തരുക അടിക. അങ്ങനെ ഫുഡ് വെജ് താലിയാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് ടൈം എങ്ങനെയുണ്ട് നോക്കാം. അങ്ങനെ താലി എത്തി. താലി പനീർ, പരിപ്പ് കറി, ഉള്ളി, റൊട്ടി, കുറച്ച് ചോറ്. ഇതാണ് സംഭവം. പനീറോ കഴിച്ചിട്ട് തരാം. ഗൈസ് ഫുള്ള് തീർത്തു. ടെമ്പറായി നമുക്ക് 7 ഔട്ട് ഓഫ് 10 കൊടുക്കാം. റൊട്ടിയും പനീറും നല്ല രസമുണ്ട്. ചോറും താരം വല്ല കൊണ്ടില്ല. എവിടെയാണ് നമ്മൾ ഡൽഹി ജമാ മസ്ജിദിലേക്ക് പോവാണ് സുഹൃത്തുക്കളെ. പോയേക്കാം. ഇവിടെ ഫുൾ ബ്ലോക്കാണ്. ആ ചെറുക്കെ പോകണമെങ്കിൽ ഒരു പേടിയാ. അങ്ങനെ നമ്മൾ ഡൽഹി ജമാ മസ്ജിദിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
കഴിച്ച് എന്തോ ഒരു മണം അറിയാം. ഇവിടെ ഫുള്ള് ഓരോ ഫുഡിൻ്റെ സാധനങ്ങളാണ്. നല്ല മണം. കബാബ് കബാബ് ാണ് നമ്മുടെ ഡൽഹി ജമാ മസ്ജിദ്. അങ്ങനെ ഡൽഹി ജമാ മസ്ജിദ് ഉള്ളിൽ കയറാൻ പോവാണ്. ഓ ചെരുപ്പ് വരണം അല്ലേ, ഉള്ളിൽ കയറിയേക്കാം. ചെരുപ്പ് കിടക്കുക. പേരും വെയിലറ അമ്മതിരി വെയില. റബ്ബേ കാല് കൊള്ളണം. എൻ്റെ മോനെ ഗൈസ്, ഇതാണ് ജമാ മസ്ജിദ്. കാല് പൊള്ളണു അമ്മാതിരി ചൂട് നിലത്ത്. ഭയങ്കര ചൂടാണല്ലോ. ചവിട്ടിയ നിലത്തിട്ട് അതിന് കൂടെ വിട്ടാൽ മതി. കാല് കൊള്ളിട്ട് വെച്ച ഭയങ്കര പൊള്ളില്ല. എന്ത് ചൂടാണ് എടുക്കാണ്. ബാക്കിലാണ് സൂര്യന്. എന്ത് പൊള്ളാനത്. കാല് നല്ല പൊള്ളുണ്ട്. റബ്ബേ നിൽക്കാൻ വെച്ച ഇവിടെ ഉണ്ട് എല്ലായിടത്തും ഇങ്ങനെ ഇങ്ങനെ ഇട്ടേച്ചിക്കണ്. അതുകൊണ്ട് നിൽക്കണോ അല്ലെ നിൽക്കാൻ കഴിയില്ല ഇവിടെ. കാല് നിലത്തുത്താൻ പറ്റില്ല. അമ്മാതിരി ചൂടാ. ചൂടാണ്. കാല് പൊള്ളി പോവും. 5 മിനിറ്റ് നീർന്ന് ഇവിടെ കിടന്നു. 500 ഞാൻ പൈസ വൈക്കായ എടുത്ത് 10 മിനിറ്റ് ഞാൻ ഇവിടെ നീർന്ന് കിടന്നപ്പോൾ ഞാൻ ഉണ്ടാവില്ല. പിന്നെ മറിച്ചിടാം. കാരണം അവിടെ മൊത്തം കരിഞ്ഞിട്ടുണ്ടാവും. ഭാഗം മൊത്തം അമ്മാതിരി ചൂടേ. എങ്ങനെയാണ് ആൾക്കാർ നടക്കണത് ഇവിടെ? ഇതുണ്ട് എല്ലാവരും അതിമ്മ കൂടെ നടക്കണത്. ഇങ്ങനെ ഇട്ടോടത്ത് കൂടെ മാത്രം. അതിനത്തോടെ പറഞ്ഞാൽ പേറ്റും ചൂടാ. ചങ്ങായി നോക്കിയാണ് അത് മോന്തണ്ടോ എന്തല്ലേ. അതൊക്കെ നോക്കുമ്പോൾ നമ്മളൊക്കെ എന്ത് ഭാഗ്യന്മാർ. നമ്മളൊക്കെ മുഖത്ത് ഒരു ടാൻ അടിച്ചാൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അറിയും. അതിനും വേണ്ടി എന്തൊക്കെ ചിലവാക്കും. ഞാനടക്കും. ഞാനൊക്കെ തന്നെയാണ്. ചിലതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾക്കൊന്നും ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് അവിടെ കൊടുക്കാൻ പോകാം. ഗൈസ് നമ്മുടെ ഏതോ ഒരു ഇത് കയറിക്കോണം. നടക്കാനിരിക്കാനൊന്നും വയ്യ. അവിടെ ഫുൾ തിരക്കാം. ഫുള്ള് തിരക്ക്. അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടിയിട്ട് കുറേ ഓൺ അടിച്ചിട്ട് അതിൽ വേറെ ആൾക്കാർ. ആ നോക്കിയാണ്ട് ഏതാ ലുക്കില്ല മാലൊക്കെ ഇട്ടിട്ട് എങ്ങനെ ഫോട്ടോക്ക് പോസ്റ്റൊക്കെ ചെയ്ത് നിൽക്കണ്ടേ. പോയാലും ഇതാണല്ലടാ. ഒരു താത്താനെ മേത്ത് കൂടെ മറ്റേ വണ്ടിയാണ് കയറ്റി കൊണ്ടേക്കൊടുക്കുക. 4 സീനായിക്കോളൂ. നോളിച്ചാൽ തട്ടിയിട്ടുള്ളൂ. നമ്മൾ ഓണടുത്ത് മൊത്തം ഇങ്ങനെ തന്നെയാണല്ലോ. ചെറുതായി തട്ടിയിട്ടുള്ളൂ അല്ലേ സംഭവം. ഞാൻ പെണ്ണാണ്. അപ്പോൾ ഞാനായിട്ടോ ഞാനാ ലുക്കില്ലേ. കുടിച്ചോക്കാം. വെയിലത്ത് കുടിക്കും ഭയങ്കര രസം. അത് ലോഡുണ്ട് കാണു പോലല്ല. ഇവിടെ ഫുള്ള് ഫുഡ് സ്ട്രീറ്റുകളാണ്. ഭയങ്കര ഫുഡ് സ്ട്രീറ്റാണ്. നിന്ന് പൂതി വരാം. 50 സാധനങ്ങളുണ്ട്. പിന്നെ ചിലത് സീനാണ്. ഫുഡ് പോയിസൺ അടിച്ചു. നല്ല നോക്കി തിന്നിട്ട് ആ ഫേമസ് കടയാണ്. റീലിലൊക്കെ ഞങ്ങളപ്പെടുത്ത മലയാളി കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും റീലിൽ കൂടെ ഒക്കെ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. അത് നോക്കിയാണ് ഫുള്ള് വയറും ഇതൊക്കെ. ഞാൻ റബ്ബേ ഇതേ കൂടെയൊക്കെ വരികയെന്ന് പഠിച്ചവരറിയാം. ഇതിവിടെ ഇതിങ്ങനെ പൊന്തിച്ചെടുക്കാനും ഭയങ്കര പണിയാണ്. അതായത് എവിടെ നിന്നൊക്കെ വണ്ടികൾ കുത്തി കയറ്റി വരുന്നു പറയല്ലേ. ഒക്കെ ഇവർക്ക് കാര്യം ലൈസൻസ് കൊടുക്കണമെന്നാവോ. ഓനെ പിടിച്ച് ആദ്യം തല്ലണം. ഇത് മറ്റേ ഇവിടുത്തെ ലൈസൻസ് മറ്റേ ഡോക്ടർ ഡ്രൈവിങ് ഗെയിമൊക്കെ കളിച്ചിട്ടായിട്ടുണ്ട് തോന്നുന്നത്. അങ്ങനത്തെ പോക്കൊക്കെയാണ് പോകണത്. ഇന്ന് തന്നെ ഇപ്പോൾ എന്തൊക്കെ കണ്ടറിയാം. രാവിലെ ചങ്ങായി ബൈക്ക് എന്താ പറയുക ഓട്ടോസ് ബാക്ക് അടിച്ചാണ്ട് മുട്ടി തട്ടി. അപ്പം നേരെ ഒരു പെണ്ണിൻ്റെ കാൽമ കൂടെ വേറെ ചങ്ങായി കയറിപ്പോയി. മൊത്തം ഒരു കഥ തന്നെ ഇവിടെ. ഇത് നോക്കി ഇവിടെ വയറ് എന്തൊക്കെയത്. എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ. എന്ത് ഫ്രൂട്ട്സാ ചോദിച്ചോ. ക്യാ ചോദിച്ചോ. എന്ത് കർബൂസ എന്ന് പറഞ്ഞു. എന്താ ബത്തൊക്കെ ചെറുതായ മാതിരി. അതെ ബത്തൊക്കെ വാദം പിടിച്ച മാതിരി. ചെറിയൊരു സാധനം. ആ ചിലപ്പോൾ ശമാമായിരിക്കും. എന്തോ ഒരു സാധനമാണ്. പക്ഷെ നമ്മളവിടെ നിന്ന് കാണാത്തൊരു സാധനം. ഇനി നടന്നോക്കാം. എന്തൊക്കെ കാഴ്ചകളവിടെ. ഇത് എങ്ങനെയൊക്കെ പോകേണ്ടിന്ന് എനിക്കൊന്നും അറിയില്ല.
ഇത് മറ്റേ ആർക്കെ ബയ്യൊക്കെ വരച്ചു കൊടുക്കണ പോലാണ് എങ്ങനെയൊക്കെയാ പോണം. കുടുങ്ങി വൈ നിന്നു ചങ്ങായത് ഇതാ സോൾക്കട്ട് എടുത്തോളി. എന്താ ഇത്? അയ്യോ എന്തൊക്കെയാ നടക്കാനുമാണോ ഒരു കഴിവ് ഇവിടെ? പോവല്ലേ ഞാനുണ്ട്. വെറുതെ വെച്ചിക്കാൻ രസമുണ്ടായി ഗൈസ്, വെറുതെ വെച്ചതാ. വേണ്ട ആടിൻ്റെ തല ബായ് ഒരു ചെറിയ ഇരിച്ചാണ് ഇരിച്ചില്ല. ബായ് വലിയ ഡിമാൻഡുള്ളത്. ഭയങ്കര വെയിലും. ഇത് ഡ്രസ്സിൻ്റെ മാർക്കറ്റാണ്, ഫുൾ ഡ്രസ്സുകളാണ്. ബാഗ്, ഡ്രസ്സ്, ചെരുപ്പ്, ഷൂവ് എല്ലാം അതുകൊണ്ട് 10 രൂപ. ഇവിടെ ഭയങ്കര സൈലൻ്റ് ആണല്ലോ. ഇവിടെ ഭയങ്കര സൈലൻ്റ്. അതാണ് ഓണടി പഠിച്ചോണ്ട് തലക്ക് വിരാന്താവും. കേട്ട് അമ്മാതിരി ഒരു ഓണടി. ഇവിടെ മനുഷ്യന്മാരെ ഓണടി മാത്രമേ ഉള്ളൂ, വണ്ടി കത്തില്ല. ചൂട് സമയം എന്തോ ഒരു സുഖം. എനിക്ക് ഇത് പിടിച്ചിങ്ങനെ നടക്കേണ്ടി വരും. ഭയങ്കര സുഖം. ഷൂ ഇതേട്ടാ ചെറിയ അൽമാര സംഭവം. ഏതെടുത്താലും 1000 രൂപ. ഏതെടുത്താലും 10 രൂപ. ഇത് ഗ്ലാസ് ഒക്കെ നോക്കി, സ്റ്റീൽ ഗ്ലാസ്. ഏറ്റാ ഓസിന് ടാറ്റ പറയാനും അറിയില്ല. ഇത് ഡിസൈൻ നോക്കി ഗൈസ്, സീനല്ലേ. പവർ ബാങ്ക് 20,000 mAh 500 രൂപ അല്ലേ? 500 രൂപയ്ക്ക് 20,000 mAh. ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചത് 650 രൂപയ്ക്ക് 10,000 mAh. ഇത് 20,000 mAh. ഇപ്പോൾ ബൈക്കിൽ നിന്ന് തന്നെ പൊട്ടി തെറിച്ചൊന്നും നമുക്കറിയില്ല. അതിപ്പോൾ സംഭവം എന്ന് വെച്ചാൽ 500 രൂപയുള്ള ക്വാളിറ്റിയേ ഉള്ളൂ. അത് വേറെ കാര്യം. ഉപയോഗിച്ച് അതേപോലെ തരും. ഞാൻ വെച്ചാൽ അതിൻ്റെ വേറെ പെട്ടി തരുന്നു. അതാണ് ഓൻ കുത്തിച്ച് അതേപോലെ അങ്ങനെയാണ്. ഷർട്ടിൻ്റെ വിലയ്ക്ക് അപ്പോൾ ഷർട്ട് ഊരി തരും. അങ്ങനെയാണോ ചെങ്ങായി? സോറി ആരും നോക്കി പോയി. അല്ലോ എങ്ങനെ കാണാൻ അവിടെ ഉണ്ടാവും ടീഷർട്ട്. മാർക്കറ്റിൽ നിന്ന് നടന്ന് നമ്മൾ ഒരു ഷെയർ ടാക്സി കയറി. ഇനി നമ്മൾ ഇവിടുന്ന് ചാന്ദിനി ചൗക്ക് പോവാണ് സുഹൃത്തുക്കളെ. ഇത് ഭയങ്കര വൈബുള്ള വണ്ടിയാണല്ലോ. ഞാൻ ആദ്യം ചീത്ത വിചാരിച്ചേ, പിന്നാണ് വീഡിയോ എടുത്തു കാണാണ് റെഡ് ഫോർട്ട്. നമുക്കിപ്പോൾ തീരെ ടൈം നമുക്ക് 7 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് കഴിച്ചിലാവണം. 7:00 നമ്മളെ ബസ് ഉള്ളത്. അപ്പോൾ അതിൽ കയറിയാൽ നമുക്ക് അസോളെത്താൻ പറ്റില്ല. അവിടെ കയറാൻ നേരമില്ല, അതിന് കയറിയനും എവിടുത്തെ എത്തിയാ ചാന്ദിനി ചൗക്ക് എത്തിയെന്ന് തോന്നുന്നു. സംഭവല്ലേ തട്ടില്ല. ഞായറാഴ്ചയാണ് ഇന്നൊക്കെ പോകണം. സൂര്യൻ കിസ്സടിക്കുന്നു. കിസ്സടിച്ചാൽ നമ്മുടെ അടുത്തൊരു ഗോപ്രോ ഉണ്ട്. അപ്പോൾ ഗോപ്രോൻ്റെ ബാറ്ററി എവിടെയും കിട്ടുമോ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഞായറാഴ്ച മൊത്തം അത് കടകളൊക്കെ കിടക്കും. ഞായറാഴ്ച മറ്റേ മാർക്കറ്റിൽ ഡ്രസ്സിൻ്റെ ഇതൊക്കെ ഗൈസ്. അങ്ങനെ ബാറ്ററി കിട്ടി ഭാഗ്യത്തിന്. അപ്പോൾ ഇനി നല്ല ഫുട്ടേജൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗോപ്രോ വെച്ചിട്ട്. നമുക്ക് നമ്മളെ റൂമിൽ പോകാം. അത്യാവശ്യം നേരം വൈകണം. ഇപ്പോൾ പോയാൽ നമുക്ക് 7:00 ബസ്സിന് നമുക്ക് പിടിച്ചാൽ പറ്റുമോ? അതെന്ത് സംഭവം തരുമോ? അത് ഇപ്പോൾ നോ പാർക്കിങ്ങിലിട്ട വണ്ടികളൊക്കെ പിടിച്ചുകൊണ്ട് പോകണേ. വണ്ടി പോയി കൊണ്ടുപോകണോക്കി. പാർക്ക് ചെയ്ത വണ്ടികളൊക്കെ പിടിച്ചു കൊണ്ടുപോകണേ. വണ്ടി പോയി കൊണ്ടുപോകണോക്കി. എൻ്റെ മോനെ നോക്കിയാണിത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാ എടുക്കുക റബ്ബേ? നമ്മൾ ഇറങ്ങിയാണ് വിളിച്ച് ഒന്നുകൂടി ഫ്രഷായി റെഡിയായി. നമ്മൾ നേരെ കാശ്മീരി ഗേറ്റിൽ പോവാണ്. അവിടെ നേരെ കസോൾക്ക് നേരം വൈക്കൂടെ ചെറുതായിട്ട് പോട്ടെ. ഓക്കെ ബൈ. ഈ സാധനങ്ങളെല്ലാം ഒതുക്കി കയറ്റാനാണ് വലിയ പാട്. കൊള്ളണില്ല. ഉന്തി കയറ്റണം. നമുക്കൊരു കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. വണ്ടി വാച്ചില്ല. പോയി ചാണ്ടിയൊക്കെ പോയി വണ്ടിന്റെ പ്രോപ്പറിന്റെ ബാറ്ററി റെഡിയാക്കി ഇവിടെ റൂമിൽ നിന്ന് കുളിച്ച് വേർപ്പ് നിൽക്കണില്ല. അപ്പോൾ ഇതിന് വണ്ടി കയറി പോകും. ഇപ്പൊ അവിടുത്തെ ഒരു സമാധാനം. 1/2 മണിക്കൂർ നമുക്ക് യാത്ര ഉണ്ട്. നോക്കുന്നുണ്ടെങ്കിൽ അപ്പുറം നമുക്ക് ഇനി ആകെ നമ്മളെ വണ്ടി ബസ് എടുക്കാൻ ആകെ 1/2 മണിക്കൂർ ബാക്കിയുള്ളൂ.
7 മണിയായി. അരമണിക്കൂറോടെ എത്താനുണ്ട്, അരമണിക്കൂറോട് ഇനി ബസ് എടുക്കാനും. അപ്പോൾ അവിടെ എത്തുമെന്ന് അറിയാം, പറ്റുമെന്നറിയാം. ഇപ്പോൾ ഇവിടെ 7 മണിയായി. 7 മണിക്കുള്ള വെളിച്ചം നോക്കിയാണെങ്കിൽ നമ്മളവിടെ അപ്പോൾ 5:30 6 മണി ആയതിൻ്റെ ഒരു വെളിച്ചമാണ് ഇവിടെ 7 മണിക്ക്. അതെന്താവും അല്ലേ? 7:30 ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. മസാലക്കടിയോ? അപ്പം അങ്ങനെ പിന്നെ ബസ് പോയാ ഒന്നും അറിയില്ല. അതെ ബസ് കുഴങ്ങി പറഞ്ഞരാ. 2200 വെറുതെ പോയി. ഞങ്ങളിവിടെ എത്തിയേക്കും ബസ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണെങ്കിൽ നമ്മളവിടുത്തെ ബസ് സ്റ്റാൻഡ് പോടുന്നില്ലല്ലോ. ഇത് ബാഗ് സ്കാൻ ചെയ്യണം, മറ്റേ എസ്കലേറ്റർ ഇറങ്ങി വരണം, ഇവിടെ പ്ലാറ്റ്ഫോം തപ്പണം. അപ്പോൾ ഇതിന് ബസ്സിൻ്റെ പാട്ടിന് പോയി. അറ്റങ്ങൾ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് നിർത്താൻ വെച്ചപ്പോൾ നിർത്തിയില്ല. ഇനി അടുത്ത ബസ് ബുക്ക് ചെയ്തു. അത് എപ്പോഴാണ്? 10:30 9:20 വേണ്ട വണ്ടി പാന് വേർത്തൊലിച്ച് ഒന്നായിട്ട്. ഇനിയിപ്പോൾ അതുവരെ നിൽക്കണം ഇവിടെ. ഇപ്പോൾ സമയം 8:02. ഇനി 9:20 വരെ ഇവിടെ നിൽക്കണം. സാധനങ്ങളൊക്കെ അതവിടെ. അയ്യോ, ഇതാണ് ബസ് സ്റ്റേഷൻ. വൈകി ആ ബാഗ് ഇട്ടിട്ട് ഒറ്റ മണ്ടലേന് തോളൊക്കെ പോയി. മണ്ടനോണ്ട് വലിയ ഇടങ്ങാറാ. ഇനി നടക്കുമ്പോൾ എന്താവുന്നാവോ? 1500 കിലോമീറ്റർ നടക്കാനുള്ളതാണ്. എന്താവോ അറിയില്ല. എലിൻ്റെ ഏരിയയാണ്, അതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ. എത്തപ്പോൾ കഥ നമ്മുടെ ആപ്പിളൊന്നാണ്. എത്തപ്പോൾ കഥ അറിയാം. ദാലിനോണ്ട് പരിപ്പിൻ്റെ എന്തൊരു സംഭവമാണ്. ഒന്നോട്ടെ മോനെ, കിട്ടില്ല സാധനം പറഞ്ഞാൽ കിട്ടില്ല സാധനം. എന്ത് ടേസ്റ്റ്? നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ കോലൊക്കെ ഉണ്ട്, ആകെ തേങ്ങ അടിച്ചൊരു വിധായിക്കണം. ഇനിയിപ്പോൾ കസോട് ചെല്ലാതെ ഒന്നും മുഖമൊന്നും റെഡി ആവില്ല. അങ്ങനെ ബസ് കിട്ടി, ബസ് കയറി. നല്ല ഏസി തണുത്തിട്ട് വെച്ചാണ്. അപ്പോൾ ഇനി നാളെ പിന്നെ കാണാം. ഇനി കസോടിയിലെത്തിയിട്ട് കാണാം. ഇനി വേറെ തന്നെ കാഴ്ചകളായിരിക്കും കാണാണ്ടാവാം. ഓക്കെ ഗൈസ്, ബൈ, പീസ്.